സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. അപ്പോൾ നമ്മൾ കുറേ കാലമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ആകെ 4-5 വീഡിയോസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വന്നു. അപ്പോൾ എന്തായാലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വേറെ പണിതൊരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ തുടങ്ങിയേക്കാം. അപ്പോൾ അങ്ങനെ ഇന്നോട്ട് വീണ്ടും നമ്മുടെ കൊണകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് വലിയ പിടുത്തോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തിനൊക്കെ തുടങ്ങട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്തെങ്കിലും എടുത്തിടണത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ MBA കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ആ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് നമ്മൾ MBA കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്ന ടൈമിലാണ് നമുക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ബെട്ടാജോലി നമുക്ക് കിട്ടിയിട്ടില്ലേ? ബെട്ടാജോലി നമുക്ക് കിട്ടി. 3 കമ്പനി നമുക്ക് കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ 3 കമ്പനി നമുക്ക് കിട്ടി. ഒന്ന് ബാംഗ്ലൂർ, പ്രൈം ലൊക്കേഷൻ. ഒന്ന് കൊച്ചി, വേറൊരു പ്രൈം ലൊക്കേഷൻ. പിന്നെ കോഴിക്കോട്, അതും വേറൊരു പ്രൈം ലൊക്കേഷൻ. അങ്ങനെ 3 നല്ല പ്രൈം ലൊക്കേഷനിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 2 കൊല്ലം ബാംഗ്ലൂർ പഠിച്ചതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് മാറി ചിന്തിച്ചേക്കാം. കൊച്ചിയിൽ നമുക്ക് നല്ലൊരു ഓഫർ കിട്ടിയതാണ്. ഒരു 35-ൻ്റെ റേഞ്ച് നമുക്ക് കിട്ടി. ബാംഗ്ലൂർ നമുക്കൊരു 35 റേഞ്ച് കിട്ടി. അപ്പോൾ അതിനേക്കാട്ട് റേഞ്ചിൽ നമുക്ക് എവിടെ കിട്ടിയത്? കോഴിക്കോട് കിട്ടിയത്. കോഴിക്കോട് കിട്ടുമ്പോൾ എന്താ, ഒന്നാമത് ഫുഡങ്ങാടി, 80 കിലോമീറ്റർ ഉള്ളൂ. സുഖം, തെണ്ട് തിരിഞ്ഞ് തിന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കോഴിക്കോടുള്ള ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അതെന്തായിരുന്നു? അത് അസിസ്റ്റൻറ്റ് മാനേജറായിട്ട്. അസിസ്റ്റൻറ്റ് മാനേജർ മാത്രമേ പറഞ്ഞുള്ളൂ. ഓഫർ ലെറ്റർ അടക്കം അസിസ്റ്റൻറ്റ് മാനേജർ മാത്രമേ കൊടുത്തുള്ളൂ. ഞാൻ അതിനെക്കാട്ടി വലിയ പൊട്ടൻ. ബാംഗ്ലൂരിൽ മറ്റേ ടാലൻ്റ് അക്വിസിഷൻ എക്സിക്യൂട്ടീവായിട്ടായിരുന്നു. ഇവിടെ കൊച്ചിയിലും ടാലൻ്റ് അക്വിസിഷൻ എക്സിക്യൂട്ടീവായിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തതോ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട്. വലിയ പോസ്റ്റൊക്കെ ഇല്ലേ, ഇങ്ങനെ വെച്ചിട്ട് പോയി. ഡിസംബർ 10 ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് 1 മാസം ഫുഡ് അവർ ഫ്രീ ആണെന്ന് പറഞ്ഞു, കമ്പനി വക. അക്കോമഡേഷൻ അവിടെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ഫ്രീ ആണ്. പിന്നെ വിഷയല്ല, അതും കമ്പനി വക. സെറ്റല്ലേ. പിന്നെ ഓരോ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, MBA കഴിഞ്ഞില്ലേ, എന്തായി? നമുക്ക് അതിനെക്കാട്ടും വലുത് കിട്ടിയിരിക്കല്ലേ. MBA കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞ ജോലി, ഒരു പോസ്റ്റിലോട്ട് കയറിയിരിക്കുക, മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് കയറിയിരിക്കുക. അപ്പോൾ നമുക്കൊരു വില. അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് കയറിയപ്പോൾ തന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ മുഖമൊക്കെ ചുളുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വിഷയമല്ല. പക്ഷേ MBA കഴിഞ്ഞ് ഇറങ്ങിയത് ഒരു അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് കയറി. എന്നിട്ട് എന്ത് ചെയ്തു, ഡിസംബർ 10 ഞാൻ പോയി ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഡേ അല്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ ആയിക്കോട്ടെ വെച്ചിട്ട് വെള്ള ഫോർമൽ ഷർട്ട്, ഡാർക്ക് ബ്ലൂ ഫോർമൽ പാൻറ്റ്, ഫോർമൽ ഷൂസൊക്കെ ഇവിടുന്ന് ഇട്ടിട്ട് ഞാൻ ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോയി. സാധാരണ ശനി ഞായർ അവിടെ അവധിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ശനി ഞായർ വേണ്ട, അടുത്ത ശനി ഞായർ വരാൻ 2 ആഴ്ചകളുടെ ഡ്രസ്സ് എടുത്തിട്ട് പോയി. ഞാൻ 2 ആഴ്ചകളുടെ ഡ്രസ്സ്, ലാപ്പ്, കണ്ണി കണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി കോഴിക്കോട്. രാവിലെ ഇവിടുന്ന് ഒരു 5 മണിക്ക് പോയി. എന്നിട്ട് അവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ സൈബർ പാർക്കിലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ സൈബർ പാർക്കിൽ പോയി. അപ്പോൾ രാവിലെ എല്ലാവരും വന്നു. അപ്പോൾ ഞാൻ മാനേജർക്ക് പോയി, ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളും ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് എന്ത് ചെയ്തു, നേരെ മാർക്കറ്റ് ഒന്ന് സന്ദർശിച്ച് വരാമെന്നിട്ട് എന്നെ കൊണ്ടുപോയി. നമ്മൾ ഫസ്റ്റ് ഡേ അല്ലേ, ഫസ്റ്റ് ഡേ ഒക്കെ ചിലപ്പോൾ കൊണ്ട് കാണിച്ച് തരികയായിരിക്കും. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി. വേറെ പയ്യനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ബാഗ് എടുക്കണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ബാഗ് എടുക്കില്ല, ബാഗ് ഇവിടെ തന്നെ നോട്ടെ, വൈകുന്നേരം വന്നിട്ട് എടുക്കാമല്ലോ, റൂമിൽ പോകുമ്പോൾ എടുക്കാമല്ലോ. നേരെ എന്ത് ചെയ്തു, ബാഗ് അവിടെ വെച്ചു. മച്ചാൻ്റെ ബാഗ് എടുത്തിട്ട്
ഞങ്ങൾ പോയി. ഈ ബാഗിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയി കിംസ് ഹോസ്പിറ്റലിൽ കയറി. ഞാൻ വെച്ച് വല്ല ഫ്രണ്ട്സിലാരെയും കാണാണ്ടാവും, അതുകൊണ്ടായിരിക്കും. അവിടെ എത്തിയപ്പോഴാണ് ഈ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞ ജോലി എനിക്ക് മനസ്സിലായത്. സാറിൻ്റെ വീട്ടിലെ കുട്ടികളുടെ സാർ 15 ദിവസത്തിൽ താഴെ കുട്ടികളുടെ സാർ ഇപ്പോൾ എടുക്കട്ടെ പിള്ളേനെ സാറ് കിട്ടുന്നതായിരിക്കും. അതേപോലെ 1 ഇയർ വാലിഡിറ്റി വരെ വണ്ടറ ടിക്കറ്റും സാറിന് കിട്ടുന്നതായിരിക്കുന്നത്. ഇതാണ് എൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോലി. അങ്ങനെ കോഴിക്കോട് അങ്ങാടി ഉള്ള ഹോസ്പിറ്റല്, സ്കൂള്, കോളേജസ്, മെയിൻ കമ്പനീസ് കയറി ഇറങ്ങുക. അതായത് ഒരു ബാലരമ കളിക്കൊടുക്ക അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുക, അതായിരുന്നു മെയിൻ പരിപാടി. അതായത് അവരെ കൊണ്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുക, ചില ചെറിയ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, അപ്പോൾ ഉത്തരം പറഞ്ഞ് അവർക്ക് വേറൊരു ഓഫർ കൂടി നമ്മൾ കൊടുക്കുക. അതെ. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അപ്പോൾ അക്കോമഡേഷൻ അപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്താന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇനി അതിൽ പിടിക്കാതെ ജോലിയോ പോയി. ആദ്യ ദിവസം തന്നെ ഞാൻ ചടച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിനായിട്ട് ഒരു അസിസ്റ്റൻറ്റ് മാനേജർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. എന്നിട്ട് പോയി വെള്ള ഷർട്ടൊക്കെ കറുത്ത ഷർട്ടാണ്. എന്നിട്ട് നേരെ റൂമിൽ പോയി. റൂമിൻ്റെ വീഡിയോ ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ. റൂമിൻ്റെ വീഡിയോ അതിൽ കൊടുക്കാം. ഒന്ന് കണ്ട് നോക്കൂ. കേടുക്കാച്ച റൂമാണത്. എന്നിട്ട് എന്ത് ചെയ്തു? ആയിക്കോട്ടെ. എന്നിട്ട് അന്ന് വൈകുന്നേരം പോയി. അന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെ ഈ 10 ദിവസമല്ല, ഒരു മാസം എന്നെ നോക്കണത്, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് വേറൊരു പയ്യനാണ്. ആ കമ്പനിയിലത്തെ വേറെ പയ്യൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ മച്ചു പറഞ്ഞു, മന്തിയോ അൽഫാമോ അങ്ങനത്തെ ഒന്നും കഴിക്കരുത്, അതൊന്നും നമ്മുടെ ഇതിലില്ല, അങ്ങനത്തെ ഒന്നും കഴിക്കരുത്. ദോശയോ വല്ല ചപ്പാത്തിയോ പൊറോട്ടയോ കഴിച്ചാൽ മതി. എൻ്റെ അപ്പം പോലും എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെനിക്ക് ഹേട്ടായി. എനിക്ക് നല്ല ഹേട്ടായി. ഈഗോ അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പിറ്റേ ദിവസം രാവിലെ പോയിട്ട് നല്ല അടിച്ചേറ്റിയാണ്. രാവിലെ നല്ലപോലെ അടിച്ചേറ്റി ഒരു വലിയ ബില്ലാണ് കൊടുത്തു. ഉച്ചയ്ക്ക് ഇതേമാതിരി വേറൊരു ബില്ലാണ് കൊടുത്തു. വൈകുന്നേരം പിന്നെ രാവിലത്തെ മരുന്ന് വൈകുന്നേരം കഴിക്കരുതെന്ന് വീണ്ടും ഹേട്ടായി. നേരെ ഒരു മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയാൽ. എന്നിട്ട് എന്ത് ചെയ്തു? ഉള്ള സാധനം ഉടനെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു അവൻ തരും എന്ന് പറഞ്ഞു. നമ്മൾ നേരെ പറഞ്ഞു അവൻ തരും. എന്നിട്ട് നമ്മൾ നേരത്തെ കഴിച്ചിട്ട് പോന്നു. മച്ചാൻ കൊടുത്തു. മച്ചാൻ പിറ്റേ ദിവസം ഉണ്ട് പിന്നെ ഇങ്ങനൊന്നും കഴിക്കരുത് കേട്ടോ. ഫുൾ റോങ്. ചെറുക്കൻ്റെ അടുത്ത് ബാഗ് എടുക്കാൻ പറയും. ഞാൻ ബാഗൊന്നും എടുക്കൂല. ഏതാ അങ്ങനത്തെ രീതിയിലൊക്കെ ഒന്ന് വർത്താൻ പറഞ്ഞു. ചെറുക്കൻ ആകെ ബാഡായില്ലേ ചെറുക്കൻ. എൻ്റെ രണ്ടാം ദിവസത്തെ ഇത് തന്നെ ഉള്ള ഹോസ്പിറ്റൽസ് ഫുള്ള് കറങ്ങി. കുറേ നേരം അവിടെ ഇരിക്കുക, തിരിച്ചു വരിക, കുറേ നേരം അവിടെ ഇരിക്കുക, തിരിച്ചു വരിക. രണ്ടാമത്തെ ദിവസം രാവിലെ പോയപ്പോൾ, അതായത് 11-ാം തീയതി പോയപ്പോൾ 11-ാം തീയതി പോയി. രാവിലെ ചെന്നു. രാവിലെ സാധാരണ 9 to 5 എന്നാണ് പറഞ്ഞിട്ട് എടുത്തത്. ഇവൻ 6 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുമില്ല, ഈ പോയിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫുള്ള് റോങ്ങായി. ഞാൻ ചെന്ന പാടത്തേനെ എനിക്ക് പറ്റിയതല്ലാതെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫുള്ള് റോങ്ങായി. പറഞ്ഞതിനൊക്കെ തറതല അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നേരെ എന്ത് ചെയ്തു? നേരെ ചെന്ന് കഴിഞ്ഞിട്ട് ബാഗ് അവിടെ വെച്ചോളാൻ പറഞ്ഞു. ബാഗ് അവിടെ വെച്ചു. സൈബർ പാർക്കിലാന്ന് നോക്കണം. എന്നിട്ട് ബാഗ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? അപ്പുറത്ത് മാർക്കറ്റിംഗ് ടീംസൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാപ്പിൽ ഫിനാൻസ് ടീംസും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാപ്പിലും PC യിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ എന്താണെന്നറിയോ? സിസ്റ്റം എങ്ങനെ ഒരു കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാം, അതാണ് ഞങ്ങളുടെ സിസ്റ്റം. ഞാനവിടെ 3 ദിവസം നിന്നിട്ട് എൻ്റെ 3 ദിവസത്തെ സിസ്റ്റം അതായിരുന്നു. ഞാനത് ചോദിച്ചു, നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സിസ്റ്റം കാര്യങ്ങളില്ല. അതേ സിസ്റ്റം ഉണ്ട്. ഇവിടെ എല്ലാവരും വട്ടം കൂടി നിന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഇതന്നെ എന്തോ വേറെന്ന് പറയലോ, എന്തോ വേറെ സംഭവം പറയും. എല്ലാവരും കൈകൊട്ടുക, ഹോയ് ഹോയ് നാക്കുക.
മറ്റേ എന്തോ വേറെന്തോ സംഭവം പറയും, ആ വാക്ക് എനിക്ക് കിട്ടില്ല. അത് മെയിൻ സംഭവമായിരുന്നു. ഞാൻ 3 ദിവസം പറഞ്ഞിരുന്നു വട്ടത്തിൽ വെക്കുക ഇങ്ങനെ കാര്യം. ഓരോ ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്താൽ മറ്റേ ഈ റൗണ്ടിൽ നിന്നിട്ട് ബോൾ പാസിങ് ഇല്ലേ, അതന്നെ. അതേമാതിരി തന്നെ ഇയാൾ 3 വട്ടം പറയാം, അപ്പം അടുത്ത ആൾ 3 വട്ടം പറയാം, എൻ്റെ അപ്പം അടുത്ത ആൾ 3 വട്ടം പറയാം, അപ്പം അടുത്ത ആൾ 3 വട്ടം പറയാം, അടുത്ത ആൾ 3 വട്ടം പറയാം, അങ്ങനെ റൗണ്ട് അടിച്ച് പോവുക. ഇതായിരുന്നു അടുത്ത പരിപാടി. നേരം എന്ത് ചെയ്തു, എന്നിട്ട് സിസ്റ്റം ഹാൻഡിൽ ചെയ്യാൻ ചെയ്യുന്നില്ല ചോദിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം. 2-ാം ദിവസം പോയി. പിന്നെ അന്ന് ഇറങ്ങിയിട്ട് ഒരു ചായ കുടിച്ച് അങ്ങനെ പോയിട്ട് കോഴിക്കോടങ്ങാടി ആ 3 ദിവസം കൊണ്ട് ഫുള്ളടക്ക് ഇറങ്ങി. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പോയിട്ടുണ്ടായിരുന്നു. സ്കൂള്, കോളേജസ്, ഹോസ്പിറ്റൽസ്, പിന്നെ റോട്ടിൽ കൂടി നടന്നു പോകുന്ന ആൾ, വല്ല പാർക്കിംഗ് ഏരിയ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയി കാണുക. ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ഇരിക്കെ പിന്നെ മാനേജർ അന്ന് വൈകുന്നേരം എക്സാം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്, എങ്ങനെയൊക്കെയാണ് കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാം, ഒരു ടെസ്റ്റ് പേപ്പർ. എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക, അത് എഴുതുക, അത് കാണാപ്പാടം പറയാണ്ട് അപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുക. എന്താ സ്കൂളോ എന്തൊക്കെയോ എന്തതിന് പറയുക. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് അന്ന് വൈകുന്നേരം മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിന് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലിയതായിട്ട് പറ്റിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതേമാതിരി തരും. ഞാനന്ന് സാധാരണ ഇങ്ങനെ മാനേജർമാരുടെ അടുത്തൊന്നും പറയാൻ പാടില്ല, ഇങ്ങനൊന്നും പറയലില്ല. ഞാൻ വേറെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ടൈമിലാണെങ്കിലും പിന്നെ നമ്മുടെ വേറെ ഇൻറ്റേൺഷിപ്പ് ടൈമിലാണെങ്കിലും നമ്മളിങ്ങനെ കണ്ടില്ല. മാനേജേഴ്സിനെ ബഹുമാനം കൊടുക്കുമല്ലോ. ഇതെനിക്ക് റോങ് ആയിട്ടുണ്ട്, നല്ല റോങ് ആയിട്ടുണ്ട്, ബാഡ് അടിച്ച സംഭവമാണിത്. എന്നിട്ട് ഇതിന് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് വലുതായിട്ട് ദഹിക്കണില്ല എന്നേ പറഞ്ഞു. അതെന്താ ഉദ്ദേശിച്ച് ചോദിച്ചു. കാരണം ഞാൻ MBA HR ബിസിനസ് അനലിറ്റിക്സും പഠിച്ചിട്ട് ഞാനിങ്ങനെ സാറിൻ്റെ കുട്ടികളുടെ 15 വയസ്സ് താഴെ കുട്ടികളുടെ സാർ ചോദിക്കാൻ വേണ്ടി പോകാനല്ല ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു. അതിൽ അയാൾക്ക് ജിതിനെ ഒരു 10 ദിവസം നോക്കൂ, ജിതിനെ കൊണ്ട് നടക്കും. നമ്മൾ ജിതിനെ കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാർ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്കൊരു 10 ദിവസം നമുക്ക് പ്രൊവിഷൻ ടൈം ഉണ്ട്, നമുക്ക് നോക്കുമെന്ന് പറഞ്ഞു. പ്രൊവിഷൻ പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവലെങ്കിൽ ഒരു 10 ദിവസം കൂടി നോക്കാമെന്ന് ചോദിച്ചു. 12-ാം ദിവസം പോയിട്ട് എനിക്കവിടെ ബാഡ് അടിച്ചില്ലേ. എൻ്റെ ഒപ്പം വരണമാണ് എനിക്കാട്ടും വലുത്. എൻ്റെ അടുത്ത് മെക്കിട്ടാൻ വേണ്ടി വരിക. ഓനാരാ, ഓനെങ്കിൽ ചിലവരാരെ. എന്നിട്ട് ഇത് എന്തായാലും 3 ദിവസം 3 വേറെ ആൾക്കാരെൻ്റെ ഒപ്പം വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇവരുടെ മെയിൻ സംഭവം തരുമോ, കമ്പനി എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഇവർക്ക് പ്രോഫിറ്റും കാര്യങ്ങളും ബുക്ക് വിൽക്കുക ഒന്നല്ല ഇവർക്ക് വേണ്ടത്. ഇവർക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് കമ്പനി എക്സ്പാൻഡ് ചെയ്യുക. എന്ത് പറഞ്ഞാലും കമ്പനി എക്സ്പാൻഡ്, നമുക്ക് മെയിനായിട്ട് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കമ്പനി എക്സ്പാൻഡ് ചെയ്യണം എന്നവർ പറയണത്. ആയിക്കോട്ടെ, കമ്പനി എക്സ്പാൻഡ് ചെയ്തോട്ടെ, അതിനൊന്നും നമ്മളൊരു എതിർപ്പില്ല, കമ്പനിയല്ലേ വളർന്നോട്ടെ. എന്നിട്ട് നമ്മൾ ചോദിച്ചു, ഇത് സെയിൽസ് അല്ലേ? ഇവർ സംബന്ധിച്ചാൽ ഇത് സെയിൽസ് അല്ല, ഇത് നമ്മളെ ഈ മെയിനായിട്ട് നടക്കുന്നത് സെയിൽസ് അല്ല. പക്ഷേ ടാർഗറ്റ് ഇട്ട് ഈ ബുക്ക് വിൽക്കണം, ബുക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവും ഇൻസെൻറ്റീവും കിട്ടുള്ളൂ. അപ്പോൾ ഇത് സെയിൽസ് അല്ലേ? ഇതാണ് സംഭവം. ഈ കളിക്കുടുക്കന്മാരുള്ള സംഭവം കൊടുക്കുക, എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞിട്ട് എത്ര എണ്ണം കൊടുത്തു നമ്മളൊരു ചോദ്യം ഉണ്ടാവും. അതെന്താ കൊടുക്കാത്തതെന്നൊരു ചോദ്യം ഉണ്ടാവും. എന്താ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യത്തിലൊക്കെ ഞാൻ ഇപ്പം എന്താ പറയുക, എന്തോന്ന് ഞാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്തു, ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. അവിടെ ബുക്ക് വിൽക്കുക. എന്നിട്ട് അവിടെയുള്ള പയ്യന്മാരൊന്നും ആ ലൊക്കാലിറ്റിയിലുള്ളൊരു പയ്യന്മാരല്ല. ഞാൻ പാലക്കാട്, വേറൊരു പയ്യൻ ഇടുക്കിയിൽ, വേറൊരു പയ്യൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പയ്യനെ കണ്ടിട്ട് പാവം എനിക്ക് കരച്ചതിരിക്കെ. പാവ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നിരിക്കാണ്ട് വേറൊരു മോയിന്താണ് അതിൻ്റെ ഇടയിലേ. അതുകൊണ്ട് ദുബായിത്തെ എന്താ ഫിനാൻസ് കൺസൾട്ടൻറ്റിങ് എന്തായിരുന്നു, ഓൻ ആ ജോലി കളഞ്ഞിട്ട് ഓൻ ഈ ജോലിക്ക് വരണമെങ്കിൽ അപ്പോൾ ഓനിക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ എൻ്റെ ഒപ്പം നടക്കണം പോയി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അവൻ ഇങ്ങനത്തെ ചെയ്യണില്ല, അവൻ ഈ കാര്യങ്ങളും ചെയ്യില്ല, അവൻ മറ്റോ മാത്രം പോയി പറയണമെന്ന് പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എന്നെ വിളിച്ചു.
രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മീറ്റിംഗ് ഉണ്ട്. ആയിക്കോട്ടെ, മീറ്റിംഗ് അല്ലേ, അവനെങ്കിൽ അവന്. അതിൽ ജിതിൻ മനസ്സിലാക്കണം, നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പാൻഡിങ് കമ്പനിയാണ്. നമ്മൾ കമ്പനിക്ക് വേണ്ടത് തന്നെ, നമ്മുടെ കമ്പനി ഇത് സെയിൽസ് അല്ല. ജിതിൻ്റെ ഒരു മൈൻഡ് വെച്ച് ഇത് സെയിൽസ് ആണെന്നാണ്, പക്ഷെ ഇത് സെയിൽസ് അല്ല. പക്ഷെ നമുക്ക് ടാർഗറ്റ് ഉണ്ട്, നമുക്ക് ഇത്ര ബുക്ക് വിൽക്കേണ്ട ടാർഗറ്റ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ക്ലീവാരം വരുന്നു, എന്നാൽ തെറ്റല്ലേ, ഇതെന്താ പിന്നെ ഇവരിപ്പോൾ എന്ത് ഉദ്ദേശിക്കണേ? സെയിൽസ് അല്ലാതെ ടാർഗറ്റ് ഉണ്ട്, ബുക്കും വിൽക്കണം, എന്നാലും ഇൻസെൻറ്റീവ് ഉള്ളൂ. സെയിൽസ് അല്ല. ആയിക്കോട്ടെ, സെയിൽസ് അല്ല. അപ്പോൾ ജിതിന് എന്താ പറ്റിയത്? ജിതിനൊന്നും പറ്റിയിട്ടില്ല, ജിതിന് ഈ ജോലി പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ജിതിന് ഇത് നല്ല ഭാവിയുണ്ട്. കാരണം എന്ന് വെച്ച് ഞാനൊരു ദുബായിൽ ഫിനാൻസ് കൺസൾട്ടിങ്ങോ കൗൺസിലറായിട്ട് കൺസൾട്ടിങ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ. കഴിഞ്ഞ കൊല്ലം വരെ ഈ കൊല്ലം ഞാൻ ഇറങ്ങി, ഞാൻ ഈ കമ്പനി കയറണമെങ്കിൽ എൻ്റെ ഒരു ഇത് നോക്കൂ. ഞാനപ്പോൾ ആലോചിച്ചിരിക്കുക, അയാൾക്കായി എന്ത് പൊട്ടത്തര മായന്തം കാണിച്ച് അവിടെ നിന്ന് നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സാർ എവിടെ കുട്ടികളുടെ സാർ 15 ദിവസം താഴെ കുട്ടികളുടെ സാർ ഇപ്പോഴേക്കും 999 സാർ തന്നെ ഒരു ഓഫർ കിട്ടും, അതേപോലെ 1 ഇയർ വാലിഡിറ്റി വരുന്ന വണ്ടർല ടിക്കറ്റ് കൂടി കിട്ടുന്നതായിരിക്കും. ഇതിങ്ങനെ പറഞ്ഞു നടക്കേണ്ട വലിയ കാര്യമുണ്ടോ? നിങ്ങൾ പറയൂ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയൂ, ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ ഇപ്പം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇന്നും കൂടി ഒന്ന് പോയി നോക്കുന്നതാണ്. അപ്പോൾ ഇന്നും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പോയി നോക്കി, എനിക്ക് വലുതായിട്ട് ജയിച്ചില്ല. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ പെട്ടി പ്രമാണമൊക്കെ എടുത്തിട്ട് സെലക്ടർ ചെയ്തിട്ടുണ്ട് ഞാൻ പോന്നു. സാധനം വാങ്ങി പോന്നു. സാധനം വാങ്ങുമ്പോഴൊന്നും ഓർക്ക് വലിയ മുഖമല്ല. മറ്റേ ആൾ വന്നിട്ട് നീ ഒന്നും കൂടി നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നോക്കാനൊന്നുമില്ല, വീട്ടുകാർ MBA ഇട്ടിരിക്കണതിനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെ ഒരു വോയിസ് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് മറ്റേ കാര്യം പറയാൻ പറ്റുമായി. ആ പാവം തിരുവനന്തപുരംകാരന്, ഇടുക്കിക്കാരന്, പിന്നെ വേറെ ഇവിടെ നിന്നൊക്കെ പിന്നെ കണ്ണൂരുകാരനുണ്ട്, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവർക്കൊക്കെ പോസ്റ്റിംഗ് കൊടുത്തിരിക്കുന്ന അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. എനിക്ക് 3-ാമത്തെ ദിവസം എനിക്ക് ഇറങ്ങി വരാനുള്ളൊരു ഇത് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ടൈപ്പ് മാതിരി പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു. ഇവർക്ക് എല്ലാവർക്കും ഇവർ 4 പേരുണ്ടല്ലേ, 4 പേരുണ്ട്. അതായത് നമ്മുടെ പ്രായത്തിലുള്ള പയ്യനും പിന്നെ ഒരു ഹൈറ്റുള്ള നല്ലൊരു കുറച്ച് പ്രായം ഒരു 10-30 വയസ്സുള്ളൊരു പയ്യനാണ് ഇല്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചോദിച്ചു, ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ പല പോകണത് ഞാൻ. അപ്പോൾ ഓരോ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പോസ്റ്റ് കിട്ടിയ? അപ്പോൾ അവരൊരു അസിസ്റ്റൻറ്റ് മാനേജർ എന്ന പോസ്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ട്രെയിനായിട്ട് കയറി. ആയിക്കോട്ടെ, ട്രെയിനല്ലേ, അപ്പോൾ ട്രെയിനിയുടെ ഭാഗമാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞ ജോലി ഓഫർ ലെറ്ററിലും എനിക്ക് എഴുതി തന്നിട്ട്, എൻ്റെ പൊസിഷൻ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് തന്നിട്ട് എനിക്ക് ഈ പോസ്റ്റ് കിട്ടാൻ പോണതെന്നറിയോ? 8 മാസം കഴിഞ്ഞിട്ട്. 8 മാസം കഴിഞ്ഞാൽ എനിക്ക് പോസ്റ്റ് കിട്ടത്തുള്ളൂ. അത് പറഞ്ഞാൽ ഈ ട്രെയിനിങ് കഴിഞ്ഞ് വേറെ നിങ്ങൾ ടീം ലീഡറാവും. ടീം ലീഡർ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ വേറൊരു ഒരു ലീഡറാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 8 മാസം കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റൻറ്റ് മാനേജറാവും. 8 മാസം പിന്നെ ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ മാനേജറാവും. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് പിന്നെന്താ പിന്നെ ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ലൊക്കേഷനിൽ നിങ്ങളാണ് അതിൻ്റെ എല്ലാം. ഇതാണ് അവിടുത്തെ ആ മാനേജർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ചെന്നിട്ട് 2-ാമത്തെ ദിവസമാണ് ഇയാൾ ഈ കൊണവർസിൻ്റെ അടുത്ത് പറഞ്ഞത്. ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവന്മാരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഇവന്മാരെന്താണെന്നറിയോ? ഇവന്മാരൊക്കെ കയറിയിട്ടിപ്പോൾ തന്നെ 10-12 മാസമായി. പക്ഷെ ഇവരിപ്പോഴും ടീം ലീഡറായിട്ടില്ല. ഇവരിപ്പോഴും ആ ട്രെയിനിങ് തന്നെ. 10 മാസം എന്തായാലും അവർ കയറിയിട്ട് ഇതുവരെയായിട്ട് അതിന് ആ പൊസിഷനിൽ മാറിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മാറാത്ത ചോദിച്ചു. നിങ്ങൾ ഇത്ര മാസമായല്ലോ, ഇത്ര മാസം പെർഫോമൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പെർഫോമൻസ് അയച്ചിട്ട് മാറ്റേണ്ട ചോദിച്ചു. അതല്ല, ഞാനൊരു മാസം ലീവ് ആയിരുന്നു, ആദ്യത്തെ പയ്യൻ. അപ്പോൾ എന്താ ചോദിച്ചു, കാലിൻ്റെ മേലെ ഇവിടെ കാറ് കയറിയിരിക്കുന്നത്. ആയിക്കോട്ടെ, ജെനുവിൻ കേസായിരിക്കും.
രണ്ടാമത് പറഞ്ഞപ്പോൾ ഓൻ്റെ വീട് പണി ചെയ്യുന്നു അത്രേ 1 മാസം. അപ്പോൾ അതിന് 1 മാസം ലീവ് എടുത്തു. പിന്നെ മൂന്നാമത്തെ ചെറുക്കന് വേറെന്തോ കാര്യമായിട്ട് 1 മാസം വീട്ടിൽ തന്നെ പോയി നിന്നു. അങ്ങനത്തെ കേസ് എല്ലാവരും ഓരോ മാസം വെച്ച് ലീവ്. ഇതിപ്പോൾ ഒരു സെയിൽസ് ടീം, ഒരു കമ്പനി അല്ലെങ്കിൽ സെയിൽസ് ടീം ഏതായിരിക്കും ഈ 1 മാസം ലീവ് കൊടുക്കുമോ? അതാണ് ചോദ്യം. ലീവ് കൊടുക്കുമോ? കൊടുക്കുന്ന കമ്പനികൾ ഉണ്ടാവും. പക്ഷെ ഇത് ചോദിച്ച ആൾക്കാരൊക്കെ ഈ 1 മാസം ലീവാണ്. അതെന്താ എനിക്കും വലിയ പിടുത്തം കിട്ടിയില്ല. 3-ാമത്തെ ദിവസം ഞാൻ ഇറങ്ങി. 3-ാമത്തെ ദിവസം അതായത് 12-ാം തീയതി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബുക്ക് വിറ്റ് നടന്നിട്ട് 12-ാം തീയതി വൈകുന്നേരം 4 മണിയപ്പോൾ ഉണ്ടായി. ഞാൻ ചെന്ന് പറഞ്ഞു, 5 മണിക്ക് ഞാൻ നിന്നില്ല, 4 മണിക്കെന്ന് പറഞ്ഞു ഞാൻ പോവാണ്, എനിക്ക് വലുതായിട്ട് ഈ ജോലി ജയിക്കണില്ല, ഞാൻ വേറെ ഏതെങ്കിലും ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ജിതിൻ നീ ഒന്നും കൂടി നോക്കൂ. അപ്പോൾ പറഞ്ഞു ജിതിൻ ഒന്നും കൂടി നോക്കാനല്ല, ജിതിൻ പോവുകയാണ്. അപ്പോൾ പാരൻസൊക്കെ എന്താ പറഞ്ഞ് നിൽക്കണം തന്നെയല്ല. അല്ല പാരൻസൊക്കെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു കയറി പോകുന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോകുന്നത് വെറുതെ വിട്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ നേരെ പെട്ടിയും പ്രമാണം എടുത്തിട്ട് നേരെ പോന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആമസോണിൻ്റെ CEO-മാരുള്ളൊരു എഫക്റ്റ് എനിക്ക് കിട്ടിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹൈവേയിലൂടെ പാട്ടും പാടിയൊക്കെ പോകുന്നു. ആ തൊട്ടപ്പോൾ താത്തമാരൊക്കെ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. എന്താ അത്ര ഞാൻ ആ 2-3 ദിവസം പുള്ളി ഞാൻ ബാഡിച്ചിരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ മോനെ ഞാൻ വലിയ സ്വർഗ്ഗവും ഞാൻ വേറെ ഏതോ ഒരു സംഭവം കണ്ടമാതിരി എനിക്കൊരു ഫീൽ കിട്ടി. ഞാൻ അങ്ങനെ പാട്ടും പാടി മിനി വിഷയങ്ങൾക്കുള്ളിൽ ഞാൻ മണ്ണ കടത്തിയാണ്. അതായത് പറഞ്ഞിട്ടൊന്നുമില്ല, ഒക്കെ 40-50 പോരണത്. പക്ഷെ 40-50 പോലും വാട്ട അനുഭൂതി. ഇത്രയും കാലം കിട്ടാത്തൊരു എഫക്റ്റാണ് എനിക്ക് അന്ന് കിട്ടിയത്. ഇത്രയും കാലം റൈഡ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയില്ല, എവിടെ പോയിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയില്ല. പക്ഷെ അന്ന് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി നാട്ടിലേക്ക് എത്താൻ ഒരു വരവുണ്ടായിരുന്നു. ഓഫോ പറയാൻ വാക്കുകളില്ല, അങ്ങനത്തെ സെറ്റപ്പായിരുന്നു അതങ്ങനെ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ജോലി. പിന്നെ എങ്ങനെയൊക്കെ പോകണോ, അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകണോ, ഒരാവശ്യമില്ല. കഴപ്പ് കാരണം ബാംഗ്ലൂരത്തെ കൊച്ചിത്തെ കളയണ്ടേ. കൊച്ചിക്കാരപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അതിനേക്കാട്ട് നല്ലൊരു ഓഫർ എനിക്ക് ഇവിടെ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ അങ്ങനെ നിങ്ങൾ നോക്കി ചെയ്യുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അതിപ്പോൾ ഇങ്ങനെയായി, ഒന്നും പറയാൻ നോക്കില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ശുഭദിന ആശംസകൾ നേരുന്നു. പിന്നെ അതേപോലെ ഓണവും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവല്ലേ. അപ്പോൾ അതിന് അനുബന്ധിച്ചിട്ടായ കുറേ വീഡിയോസൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ടെങ്കിൽ കൂട്ടിക്കോളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു യാത്രയുടെ വീഡിയോ ഉണ്ടെന്ന് കൂടി കൂട്ടിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.